നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ഇസ്ലാമാബാദിൽ ആരംഭിക്കുന്ന അമേരിക്കൻ ഇറാൻ ചർച്ചകൾ. ഈ ചർച്ചകളുടെ പുരോഗതി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ. ഇറാനെതിരെ യുദ്ധവുമായി ഇറങ്ങിത്തിരിച്ചത് യുഎസും ഇസ്രയേലും. എന്നാൽ ഇസ്രായേലിനൊപ്പം ഗൾഫ് രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കാളികളാക്കപ്പെട്ടു. യുഎസ് സൈനിക താവളങ്ങൾക്ക് ആതിഥേയത്വം നൽകി എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഇസ്ലാമാബാദിലെ ചർച്ചാമേശയിൽ ഇസ്രായേലിനോ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കോ കസേരയില്ല. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെക്കാൾ ശക്തമായിരുന്നു പല ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ നടത്തിയ പ്രഹരം. ഹ്രസ്വദൂര മിസൈലുകൾ ധാരാളമുള്ള ഇറാൻ അവ യഥേഷ്ടം ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ പ്രയോഗിച്ചു. അമേരിക്കയുടെയും ഇറാന്റെയും ചർച്ചകൾ നടക്കട്ടെ. തൽക്കാലം നിശബ്ദത പാലിക്കുകയാണ് ഇസ്രായേൽ. പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ കാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാനിയൻ ചർച്ചാ പ്രതിനിധി സംഘം ഇപ്പോൾ ഇസ്ലാമാബാദിലെത്തി. സമാധാന ചർച്ചകൾക്ക് മുന്നോടിയായി അവർ വെള്ളിയാഴ്ച തന്നെ ഇസ്ലാമാബാദിൽ എത്തിച്ചേർന്നു. ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപ് ചില മുൻ വ്യവസ്ഥകൾ അംഗീകരിക്കണമെന്ന് ഇറാൻ അമേരിക്കയോട് പറയുന്നു. വിചിത്രമാണ് ഇപ്പോൾ നടക്കുന്ന സമാധാന ചർച്ചകൾ. ഒരു വശത്ത് ട്രംപ് പറയുന്നു, യുദ്ധക്കപ്പലുകൾ ഇറാന് ചുറ്റും വിന്യസിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. വീണ്ടും ഞങ്ങൾ ഈ യുദ്ധക്കപ്പലുകളിലേക്ക് ആയുധങ്ങൾ നിറയ്ക്കുന്നു. ചർച്ച പരാജയപ്പെട്ടാൽ ആ നിമിഷം തന്നെ അതിഭീതിതമായ യുദ്ധം പുനരാരംഭിക്കും. മറുവശത്ത് ഇറാൻ പറയുന്നത് ചർച്ചകളോട് തങ്ങൾക്ക് നല്ല മനസ്സുണ്ട്, എന്നാൽ അമേരിക്കയിൽ വിശ്വാസമില്ല. വാഷിംഗ്ടൺ ഒരു യഥാർത്ഥ കരാർ വാഗ്ദാനം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചർച്ചകളിൽ തങ്ങൾ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കൂ എന്ന് ഇറാൻ പറയുന്നു. ഇസ്ലാമാബാദിൽ നിന്ന് പാതി വഴിയിൽ വെച്ച് ചർച്ചകൾ അവസാനിപ്പിച്ച് വിമാനം കയറാൻ ഇറാൻ ഭരണാധികാരികൾക്ക് കഴിയുമോ എന്ന ചോദ്യം മറ്റു ചിലർ ഉയർത്തുന്നു. മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാനോട് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലെബനനിൽ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ. എന്നാൽ യുഎസും ഇസ്രയേലും ഇക്കാര്യത്തിൽ മറിച്ചൊരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഇതും ചർച്ചകൾക്ക് തങ്ങളൊരു മുൻ വ്യവസ്ഥയായി മുന്നോട്ട് വയ്ക്കുന്ന വസ്തുതയാണ് എന്ന് ഇറാൻ പറഞ്ഞു. ഇറാൻ വിദേശകാര്യമന്ത്രി, പ്രതിരോധ കൗൺസിൽ സെക്രട്ടറി, സെൻട്രൽ ബാങ്ക് ഗവർണർ, നിരവധി പാർലമെന്റ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ മുതിർന്ന രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക ഉദ്യോഗസ്ഥർ ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള യുഎസ് പ്രതിനിധി സംഘവും ഇസ്ലാമാബാദിലെത്തി. അനാവശ്യ കളികൾ വേണ്ട എന്ന് ട്രംപ് ഇതിനിടയിൽ ഇറാനോട് പറഞ്ഞു. ഒന്നുകിൽ നിർമ്മിക്കുക അല്ലെങ്കിൽ തകർക്കുക. ഇത്തരമൊരു അജണ്ടയുടെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ചർച്ചാമേശയിലേക്ക് ഞങ്ങൾ പോകുന്നത് എന്ന് ഷഹബാസ് ഷെരീഫിന് പോലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പൂർണ്ണ വിശ്വാസമില്ല എന്നർത്ഥം. എന്റെ ആത്മാർത്ഥമായ ക്ഷണത്തിന് മറുപടിയായാണ് രണ്ട് രാജ്യങ്ങളുടെയും നേതൃത്വം ഇപ്പോൾ ഇസ്ലാമാബാദിലേക്ക് വന്നിരിക്കുന്നത്. സമാധാനം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. തന്റെ വൈസ് പ്രസിഡന്റിനെയാണ് പാകിസ്ഥാനിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകൾ ഉപയോഗിച്ച് ലോകത്തെ ഹ്രസ്വകാലത്തേക്ക് കൊള്ളയടിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ഇറാനികൾ തങ്ങളുടെ കൈവശം മറ്റ് കാർഡുകളൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നു. ഇന്നവർ ജീവിച്ചിരിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം ചർച്ചകൾ നടത്തുക എന്നതിനു വേണ്ടി മാത്രം. ഇറാനിയക്കാർ യുദ്ധം ചെയ്യുന്നതിലല്ല, മറിച്ച് വ്യാജ വാർത്താ മാധ്യമങ്ങളെയും പബ്ലിക് റിലേഷൻസിനെയും കൈകാര്യം ചെയ്യുന്നതിലാണ് മിടുക്കർ എന്ന് ട്രംപ് പരിഹസിച്ചു. പാകിസ്ഥാൻ ചർച്ചകളിൽ ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇറാനെ ആക്രമിക്കാൻ യുഎസ് യുദ്ധക്കപ്പലുകളിൽ ആയുധങ്ങൾ വീണ്ടും നിറയ്ക്കുന്നു. മറുവശത്ത് ഇസ്രയേലും ഇപ്പോൾ പൂർണ്ണ തയ്യാറെടുപ്പിലാണ്. ചർച്ച പരാജയപ്പെടുന്ന ഏത് ഘട്ടത്തിലും ഉടൻ തന്നെ യുദ്ധം പുനരാരംഭിക്കാനുള്ള പദ്ധതി ഇരു രാജ്യങ്ങളും വിഭാവനം ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്കൊരു പുനഃസജ്ജീകരണത്തിനുള്ള അവസരം കിട്ടി. ഞങ്ങളുടെ കപ്പലുകളിൽ ഏറ്റവും മികച്ച വെടിക്കോപ്പുകൾ ഞങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു. മുമ്പ് ചെയ്തതിനേക്കാൾ മികച്ചമായ യുദ്ധത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ കഴിയും. ട്രംപിന്റെ വാക്കുകൾ. ഹോർമുസ് കടലിടുക്ക് തുറക്കുക തന്നെ ചെയ്യുമെന്ന് ട്രംപ് പറഞ്ഞു. ഒന്നുകിൽ നാറ്റോ സഖ്യരാജ്യങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കത് തുറക്കാൻ പോവുകയാണ്. അത് തുറക്കപ്പെടും. വളരെ വേഗത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ വിസമ്മതിച്ചാൽ ഒരു ബാക്കപ്പ് പ്ലാനിനെ സംബന്ധിച്ച് തങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. മാരകമായ യുദ്ധത്തിലേക്ക് തങ്ങൾ കടക്കും എന്ന സമ്മർദ്ദം ഒരു വശത്ത് ഉപയോഗിച്ച് ഇറാനെ ചർച്ചയിൽ ഒരു കരാറിലെത്തിക്കുകയാണ് ട്രംപിന്റെ തന്ത്രം. ചർച്ചാമേശയിലേക്ക് ഇരു രാജ്യങ്ങളെയും പെട്ടെന്നെത്തിക്കുന്നതിലല്ല ഇസ്ലാമാബാദിന്റെ ശ്രദ്ധ, മറിച്ച് ലോകരാജ്യങ്ങൾ തങ്ങളെ ശ്രദ്ധിക്കുന്ന വിധത്തിൽ പലവിധ നാടകീയമായ മുഹൂർത്തങ്ങൾ അവരവിടെ സജ്ജമാക്കുന്നു.
ഇസ്ലാമാബാദിലെ സുരക്ഷയെക്കുറിച്ച് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ അവർ പ്രസിദ്ധീകരിക്കുന്നു. മറുവശത്ത് ഇസ്ലാമാബാദ് സിറ്റിയിൽ ധാരാളം ബിൽ ബോർഡുകൾ. ലോകത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന ഒരു രാജ്യമായി അവർ സ്വയം പുകഴ്ത്തുന്നു. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധി സംഘവുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം മുൻ വ്യവസ്ഥകൾ രണ്ടു കൂട്ടരുടെയും പരിശോധിക്കും. ചർച്ച ഇന്ന് രാവിലെ തന്നെ ആരംഭിക്കുമെന്നായിരുന്നു പുറത്തുവന്ന വിവരം. ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ചർച്ച എന്ന് പാകിസ്ഥാൻ പറയുന്നു. ഇറാനെ ഇനി ആക്രമിക്കില്ല എന്ന് US ഉറപ്പ് കൊടുക്കണം. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള നിയന്ത്രണാവകാശം, പശ്ചിമേഷ്യയിൽ നിന്നും US സേനാ പിന്മാറ്റം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. US സംഘത്തെ നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ്, ട്രംപിന്റെ മരുമകൻ കൃഷ്ണറും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഒക്കെ സംഘത്തിലുണ്ട്. 2011 ശേഷം ആദ്യമായാണ് ഒരു US വൈസ് പ്രസിഡന്റ് പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. മുൻപത്തെ നേതൃത്വത്തെക്കാൾ കർക്കശ നിലപാടുള്ളവരാണ് ഇറാനിലെ പുതിയ നേതൃത്വമെന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് പാകിസ്ഥാനിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ, മറുവശത്ത് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. യുഎസിലെ ഉപഭോക്തൃ സംതൃപ്തി സൂചിക ഇപ്പോൾ ഏറെ താഴെ പോയിരിക്കുന്നു. ഏപ്രിലെ ഉപഭോക്തൃ സംതൃപ്തി സൂചിക റെക്കോർഡ് താഴ്ന്ന നിലയിലാണ്. മാർച്ച് മാസത്തേക്കാൾ 10.7% ഇടിഞ്ഞതായി മിഷിഗൺ യൂണിവേഴ്സിറ്റിയുടെ സർവേ. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത് രാജ്യത്ത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന ജനങ്ങളുടെ ആശങ്കയാണ് ഇതിന്റെ മുഖ്യ കാരണം. വർഷങ്ങളായി US ഉപരോധം നിലനിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇത് പിൻവലിക്കണമെന്നതാണ് ഇറാന്റെ മുഖ്യ ആവശ്യം. $12,000 കോടി, അതായത് ഏകദേശം 11 ലക്ഷം കോടി രൂപ വില വരുന്ന ഇറാന്റെ ആസ്തികൾ US മരവിപ്പിച്ചിട്ടുണ്ട്. ഈ ആസ്തികൾ വിട്ടുകിട്ടാതെ ചർച്ചകൾക്ക് പരിഹാരമാവില്ല എന്നതാണ് ഇറാന്റെ ഏറ്റവും കർക്കശ നിലപാട്. പലവിധ സമ്മർദ്ദങ്ങളാണ് അമേരിക്കയ്ക്ക് മേൽ ഇറാൻ പയറ്റുന്നത്. വരുന്ന ആഴ്ചകളിൽ ഇറാന് വ്യോമ പ്രതിരോധ സംവിധാനം ചൈന സജ്ജമാക്കുമെന്ന വാർത്തയാണ് അതിലൊന്ന്. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇറാന് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകാൻ ചൈന തയ്യാറെടുക്കുന്നുവെന്ന് US ഇന്റലിജൻസ് തന്നെയാണ് സൂചന നൽകിയത്. കഴിഞ്ഞ 5 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിൽ താഴ്ന്നു പറക്കാൻ കഴിവുള്ള US സൈനിക വിമാനങ്ങൾ തന്നെയായിരുന്നു ഇറാനിൽ ഏറെ ദുരന്തം വിതച്ചത്. എന്നാൽ ഈ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ് ചൈന ഇറാന് നൽകാൻ പോകുന്നത്. സമ്പൂർണ്ണ വിജയമോ സമ്പൂർണ്ണ പരാജയമോ? എന്നാൽ അതിനിടയിൽ തങ്ങളുടെ ലക്ഷ്യം കൈവരിച്ചുവെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ വിലയിരുത്തുന്നത്. ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ ഏറെ നിർണായകമാണ്. ലോകമുറ്റുനോക്കുന്ന ഈ ചർച്ചകളുടെ വിജയം ഇരു രാജ്യങ്ങൾക്കും അനിവാര്യം. എന്നാൽ അതിലപ്പുറം അമേരിക്കയ്ക്ക് കൂടുതൽ സമ്മർദ്ദമൊരുക്കുന്നത് ഇസ്രായേൽ തന്നെ. ചർച്ചകളിൽ കർക്കശ നിലപാട് പുലർത്തണമെന്ന നിർദ്ദേശമാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഇസ്രായേൽ വെച്ചിരിക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെടുന്ന ഘട്ടത്തിലെത്തിയാൽ ആ നിമിഷം തന്നെ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പറന്നുയരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. സമ്പൂർണ്ണ വിജയവും അപമാനകരമായ പരാജയവും വിപരീത ധ്രുവങ്ങളിലാണ്. അതിനിടയിലാണ് രണ്ടാമത്തേതിനേക്കാൾ ആദ്യത്തേതിന് അടുത്തു നിൽക്കുന്ന വിജയം. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ നേടിയത് ഒരു വിജയമാണ് എന്നവർ വിലയിരുത്തുന്നു. ഓപ്പറേഷൻ റോറിംഗ് ലയണിനു ശേഷം രാജ്യം നേരിടുന്ന ഭീഷണികൾ മുമ്പത്തേക്കാൾ വളരെ കുറവായി. മുമ്പത്തേക്കാൾ വളരെ ദുർബലമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേർക്കുള്ള ഇറാൻ ഭീഷണിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം. ട്രംപിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ആദരിക്കുന്നവർ ഈ ഓപ്പറേഷനെ ഒരു അവിശ്വസനീയ വിജയമായി ചിത്രീകരിക്കുന്നു. എന്നാൽ അവരെ വെറുക്കുന്നവർ ഇതൊരു പരാജയ യുദ്ധമായി വിലയിരുത്തുന്നു. യുദ്ധത്തിന്റെ എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇറാനെ ദുർബലമാക്കുന്നതിൽ തങ്ങൾ വിജയിച്ചു എന്ന് നെതന്യാഹുവും ട്രംപും വിശ്വസിക്കുന്നു. അമേരിക്കൻ നിബന്ധനകൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കുമോ? വരുന്ന മണിക്കൂറുകളിൽ അത് ലോകത്തിന് വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.